വ്യക്തി പാർട്ടി അംഗമായാൽ അതൊരു പദവിയല്ല, മറിച്ച് അത് ഉത്തരവാദിത്വങ്ങളുടെ പ്രതിജ്ഞയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായാൽ ചില ചുമതലകൾ നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. പാർട്ടിയുടെ സംഘടനാ പ്രവർത്തനങ്ങളിൽ കൃത്യമായി പങ്കെടുക്കുക, നയങ്ങളും തീരുമാനങ്ങളും വിശ്വസ്തയോടെ നടപ്പാക്കുക. ഇതാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ്റെ ആദ്യ കടമ. മാർക്സിസം ലെനിനിസം പഠിച്ച് സ്വന്തം അറിവും രാഷ്ട്രീയ ബോധവും തുടർച്ചയായി ഉയർത്തിക്കൊണ്ടിരിക്കുകയും പാർട്ടി പത്രങ്ങളും പ്രസിദ്ധീകരണങ്ങളും വായിക്കുകയും ജനങ്ങളിലേക്ക് എത്തിക്കുകയും വേണം. പാർട്ടി ഭരണഘടന മാനിച്ച് അച്ചടക്കം പാലിക്കണം. കമ്മ്യൂണിസത്തിൻ്റെ മഹനീയ ആദർശങ്ങൾക്കും തൊഴിലാളി വർഗ സാർവദേശീയതയ്ക്കും അനുസൃതമായ ജീവിതമാണ് ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ വഴികാട്ടി. സ്വന്തം താൽപ്പര്യങ്ങൾക്ക് മുകളിൽ പാർട്ടിയുടെ താൽപ്പര്യങ്ങൾക്ക് സ്ഥാനം വേണം. ബഹുജനങ്ങളെ അർപ്പണ മനോഭാവത്തോടെ സേവിക്കുക, അവരുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും പാർട്ടിയിലേക്ക് എത്തിക്കുക, പാർട്ടിയുടെ മാർഗനിർദ്ദേശപ്രകാരം ബഹുജന സംഘടനകളിൽ സജീവമായി പ്രവർത്തിക്കുക. ഇതിലാണ് ഒരു പ്രവർത്തകൻ്റെ ശ്രദ്ധ ഉണ്ടാകേണ്ടത്. അതാണ് പ്രവർത്തകൻ്റെ ശക്തി. പാർട്ടി അംഗങ്ങൾ തമ്മിൽ സഖാക്കൾക്ക് അനുയോജ്യമായ ബന്ധവും സാഹോദര്യവും വളർത്തണം. പ്രവർത്തനം മെച്ചപ്പെടുത്തുവാൻ വിമർശനവും സ്വയം വിമർശനവും പതിവാക്കണം. പാർട്ടിയോട് ഉള്ളു തുറന്ന് സത്യസന്ധമായി പെരുമാറണം. പാർട്ടിയുടെ ഐക്യവും കെട്ടുറപ്പും കാത്തുസൂക്ഷിക്കുക. രാജ്യത്തിൻ്റെയും തൊഴിലാളി വർഗത്തിൻ്റെയും ശത്രുക്കൾക്കെതിരെ ജാഗരൂകരായിരിക്കുക. പാർട്ടിയുടെ ആദർശങ്ങളെ ഉയർത്തിപ്പിടിക്കുക. അതാണ് ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ ദൗത്യം. അതെ, പാർട്ടി അംഗത്വം ഒരു അഭിമാനമാണ്. അതിലേറെ അത് ഒരു ഉത്തരവാദിത്വവുമാണ്. അതിന് കഴിയാത്തവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമാകരുത്.